അപ്പോൾ ഇതാ സിമ്പിൾ ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 സവാള, 3 പച്ചമുളക്, കുറച്ച് അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതാ ചിക്കൻ കറിക്കുള്ള മസാലകളൊക്കെ മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ചിക്കൻ മസാല 2 ടീസ്പൂൺ, മുളകും 2 ടീസ്പൂൺ തന്നെ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. കാരണം മല്ലിപ്പൊടി ഞാൻ പിന്നെ വൈകിട്ട് കഴിയുമ്പോൾ ഇടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇട്ട്. പിന്നെ ഇതാ എല്ലാ പൊടികളും ഇട്ട് ചിക്കനിൽ നല്ലോണം ഒന്ന് തേച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. ചിക്കനൊക്കെ ഞാൻ കുക്കറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 വിസിൽ വരാൻ പാകത്തിന് വേവ് വരണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുന്നുണ്ടല്ലോ. പിന്നെ ഇതാ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് അരിഞ്ഞിരിക്കുന്ന സവാള ഇടുക. ഞാൻ സവാളയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയാണ്. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് സെറ്റായിട്ട് വരുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതേ നമ്മുടെ സവാളയും വഴണ്ട് പൊടികളൊക്കെ ഇടാൻ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് മസാലകളൊക്കെ ഇടാം കേട്ടോ. ചിക്കൻ മസാല ഞാൻ ആ നേരത്തെ അതേ അളവിന് തന്നെ 2 ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട്. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, ആ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ സവാള വഴണ്ട നേരത്തും ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് മാത്രമേ ഉപ്പിടാവുള്ളൂ. ഈ മസാലയുടെ കൂടെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയിലൊക്കെ കറക്റ്റ് മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കനും കൂടെ ഇടാം. ചിക്കനിൽ അതേ നല്ല വെള്ളം വന്നിട്ടുണ്ട്. ആ ചിക്കനിലുള്ള വെള്ളവും നമ്മൾ ഒഴിച്ച് കൊടുത്ത ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം മിക്സ് ആക്കി ഇടാം. അപ്പോൾ ഈ ടൈമിലാണ് കേട്ടോ ഉപ്പൊക്കെ നോക്കേണ്ടത്. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പും പാകത്തിനാണ് കേട്ടോ. ഞാൻ ആ സവാള ഇട്ടപ്പം വഴറ്റിയപ്പോഴും ഉപ്പുണ്ടായിരുന്നു, പിന്നെ ചിക്കനിലും തേച്ചപ്പോഴും ഉപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈസി ആയിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഈസി അല്ലേ? പിന്നെ ഇതുപോലെ ഈസി ആയിട്ടുള്ള കുറേ ഡിഷായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.